അടുത്ത സീനിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് രംഭയെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് ആ വിഷമങ്ങളെല്ലാം രംഭ മോഹിനിയോട് പറയുകയാണ്. 125 വർഷമായിട്ടും ഇതുവരെ ഞാൻ ഇതുപോലെ നാണം കെട്ടിട്ടില്ല. ഇത്രയും പാത്രങ്ങൾ കഴുകാൻ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ ഈ പാത്രങ്ങളൊന്നും വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞ് രംഭ നിൽക്കുമ്പോൾ നിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്. നീ ഈ പാത്രങ്ങളൊന്നും കഴുകണ്ട എന്ന് പറഞ്ഞ് മോഹിനി ശക്തി പ്രയോഗിച്ച് പാത്രങ്ങളെല്ലാം വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന പാറു അത് തടയുകയാണ്. എന്നിട്ട് മോഹിനിയുടെ അടുത്ത് വരുന്ന പാറു രംഭയോട് മാജിക് പ്രയോഗിച്ച് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെയുള്ള എല്ലാവരുടെ കണ്ണ് മോഷ്ടിച്ച രംഭയുടെ അടുത്താണ്, രംഭയ്ക്ക് എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കിയേ പറ്റൂ എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന രംഭയെ മോഹിനി സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ പാറു പാത്രങ്ങൾ എടുക്കാൻ കിച്ചണിൽ വന്ന് പാത്രങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ വെയിറ്റ് ഉള്ളതുപോലെ പാറുവിന് തോന്നുകയാണ്. പാറുവിന് പാത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് കിച്ചണിന്റെ പുറത്ത് രംഭയും മൻമോഹനും മോഹിനിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പാറു മഹാദേവനെ വിളിച്ച് മാക്സിമം ശക്തി പ്രയോഗിച്ച് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പാത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ചു മുമ്പ് നടന്നത് കാണിക്കുകയാണ്. മോഹിനി മൻമോഹന്റെ ശക്തിയെല്ലാം ഒരു കല്ലിലാക്കി പാത്രത്തിന്റെ അകത്ത് വെക്കുന്നു. അതുകൊണ്ടാണ് പാത്രത്തിന് വെയിറ്റ് കൂടിയത്. തുടർന്ന് പാറു പാത്രം എടുക്കാൻ ശ്രമിക്കുകയാണ്. പാറു നാഗത്തിന്റെ ശക്തി പ്രയോഗിച്ച് പാത്രങ്ങൾ കയ്യിലെടുക്കുകയാണ്. പക്ഷേ വെയിറ്റ് കാരണം പാറു പതുക്കെയാണ് പാത്രങ്ങൾ കൊണ്ടുപോകുന്നത്. മറുവശത്ത് പൂജയ്ക്കുള്ള സമയമായിട്ടും പാത്രവുമായി പാറു വരാൻ താമസിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ് സൗദാമിനി. എല്ലാവരും പാറു വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയോ പാറു സ്റ്റെപ്പിന്റെ അടുത്ത് വരെ വന്നു. ശേഷം പാറു മഹാദേവനെ വിളിച്ച് പാറു ഓരോ സ്റ്റെപ്പും കയറുകയാണ്. പാറു ഓരോ സ്റ്റെപ്പും കയറുമ്പോഴും മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് സ്റ്റെപ്പിന്റെ എണ്ണം കൂട്ടുകയാണ്. സ്റ്റെപ്പ് കയറി തളരുന്ന പാറു ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പിൽ ഇരിക്കുകയും കുറച്ച് കഴിഞ്ഞ് പിന്നെയും പാത്രങ്ങൾ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറുകയും ചെയ്യുകയാണ്. ആ സമയം പാറുവിനെ കാണാത്തത് കൊണ്ട് എല്ലാവരും പാറുവിനെ നോക്കി അവിടേക്ക് വരികയാണ്. മുകളിൽ നിൽക്കുന്ന സൗദാമിനി വെയിറ്റ് ഇല്ലാത്ത പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഇത്രയും സമയം വേണോ എന്നും 10 മണിക്കാണ് മുഹൂർത്തം എന്നും പറയുകയാണ്. പാറു പാത്രത്തിന് വെയിറ്റുള്ള കാര്യം ആരോടും പറയുന്നില്ല. പാറുവിന്റെ മുഖം കണ്ട് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി. പാറുവിന് വെയിറ്റ് കാരണം സ്റ്റെപ്പ് കയറാൻ കഴിയാതെ നിൽക്കുകയാണ്. പാറുവിന് വീണ്ടും പണി കൊടുക്കാൻ വേണ്ടി മോഹിനി ശക്തി പ്രയോഗിക്കാൻ നോക്കുമ്പോൾ അത് കാണുന്ന രംഭ മോഹിനിയോട് എന്നെ എല്ലാ പാത്രങ്ങളും കഴുകിച്ച് അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് രംഭ ഓന്തായി മാറി പാറുവിന്റെ അടുത്ത് പോയി പാറുവിന്റെ കാലിൽ കടിക്കുകയാണ്. അപ്പോൾ വേദന കൊണ്ട് പാറു അലറി വിളിച്ച് പുറകിലോട്ട് പാത്രവുമായി വീഴുകയാണ്. പാറു വീഴാൻ പോകുന്നത് കാണുന്ന എല്ലാവരും പാറു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പക്ഷേ പാറു വീഴാതെ ഏറിൽ കിടക്കുകയാണ്. പാറു അങ്ങനെ കിടക്കുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അത് കാണുന്ന ശങ്കർ മുകളിൽ നിന്ന് ചാടി പാറുവിന്റെ അടുത്തേക്ക് പോയി പാറുവിനെ പിടിക്കുകയാണ്. ആ സമയം അവിടേക്ക് എല്ലാവരും വരുന്നു. പാറുവിന് ഒന്നും സംഭവിച്ചില്ല എന്നറിയുന്ന ശങ്കർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എല്ലാ പാത്രങ്ങളും കൂടി ഒരുമിച്ച് എടുത്തുകൊണ്ട് വരാൻ പാറുവിന് കഴിയില്ല എന്ന് മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന എല്ലാവരും ഓരോ പാത്രങ്ങളുമായി എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാവരും പാത്രങ്ങളുമായി പോകുന്നത് കാണുന്ന പാറു മോഹിനിയെ നോക്കി എന്ത് പ്രയാസം നേരിടേണ്ടി വന്നാലും നിന്നെ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല രക്ഷസ എന്ന് പറയുകയാണ്. മോഹിനിയുടെ അടുത്ത പ്ലാൻ എന്താണെന്നും അതിൽ നിന്നും പാറു ജയിക്കുമോ എന്നറിയാനും നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.